ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ഇന്ന് ലൊക്കേഷനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. യൂഷ്വലി കാണുന്ന ഒരു ലൊക്കേഷനൊന്നും അല്ല. സോ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു സ്റ്റേക്കേഷന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അങ്ങനെ ട്രാവലൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, June 1. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റേക്കേഷനായിട്ട് വന്നേക്കുവാണ്. പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. എക്സൈറ്റ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഏറ്റവും മുകളിലത്തെ ഈ ഒരു റൂമാണ് എടുത്തത്. ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെയിലാറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം സമയം 4:30 ആയിട്ടോ. ഇത്രയും ദിവസം മഴയായിരുന്നു ഫുള്ള്. ഇന്നലെ ഇന്നായിട്ട് നല്ല വെയിലാണ്. ഒന്നെങ്കിൽ അങ്ങ് അല്ലെങ്കിൽ ഇങ്ങെന്നുള്ള രീതിയാണല്ലോ, അതന്നെ. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഇപ്പോൾ വന്നു. 4:30 വന്നത്. ഇനി നമ്മൾ വൈകുന്നേരം ഡിന്നറും പിന്നെ നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്ത് പോവും. അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ സ്റ്റേക്കേഷൻ എടുത്താണ്. കുറേ നാളായല്ലോ, ആനിവേഴ്സറിയും കൂടി ആണല്ലോ എന്നൊക്കെ വിചാരിച്ച്. അടുത്ത് ഉള്ള സ്ഥലത്തല്ലേ പോകാൻ പറ്റൂ, എനിക്കധികം ട്രാവലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളിവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഇന്നത്തെ എൻ്റെ ഡേയിലൂടെയൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. എന്നാൽ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് റൂം ടൂറിൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ ഇതേ ഞങ്ങളെടുത്തത് അവിടുത്തെ ഏറ്റവും ടോപ്പിൽ ഉള്ള വ്യൂ തരുന്ന റൂമാണ് കേട്ടോ. ക്ലൗഡ് ക്യൂബ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇവിടെ 2 റൂംസാണുള്ളത്, ക്ലൗഡ് ക്യൂബും ക്ലൗഡ് ബെഡും. ആ 2 ആകെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് റൂം വരുന്നത്. ഭയങ്കര ഒരു കോസി ആയിട്ടുള്ളൊരു കുഞ്ഞു റൂം, ഒരു ബെഡും പിന്നെ അതേ ഒരു റിക്ലൈനറും ഒക്കെ ആയിട്ട്. റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ നിങ്ങൾ കാണുന്ന പോലെ ആ ഒരു ഗ്ലാസ്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്കൊന്നും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെക്ക് ഇൻ ടൈം വരുന്നത് 4:30 എന്നിട്ടാണ് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ 4:30 കഴിഞ്ഞു എത്തിയപ്പോൾ. പിന്നെ അതെ, ഞാൻ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ബാൽക്കണി തുറന്ന് ആ വ്യൂ കാണിക്കാനായിട്ട് കൊണ്ടുപോകാം കേട്ടോ നിങ്ങളെ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ പോയെന്ന് എന്തായാലും ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു. പക്ഷേ വെയിലുള്ളപ്പോൾ കുറച്ച് പാടാണ് കേട്ടോ. പക്ഷേ എന്നാലും അവിടുന്ന് ആ മലനിരകളൊക്കെ കണ്ട് നിൽക്കാൻ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് വ്യൂ. ഇത് കൊടുകുത്തിമല എന്ന് പറയും കേട്ടോ. അതാണ്, അതിൻ്റെ താഴ്വാരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഇതാണ് റൂം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അതാ അപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ ക്ലൗഡ് ബെഡ്. അവിടെ ഹാർട്ട് ഷേപ്പിലാണ് അവരുടെ ഈ ഒരു ഏരിയ വരുന്നത്. അത്രേ ഉള്ളൂ ഡിഫറെൻറ്റ്. ഞാനിത് എൻ്റെ സ്ഥായിയായ ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. മുടിയൊക്കെ കെട്ടി, ചൂടുണ്ട്. ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം മഴയായിരുന്നെങ്കിലും ഇന്നിതേ നല്ല വെയിലാണ്. ഞങ്ങളിനി കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഒരാൾ അവിടെ കടന്നു, ഞാനും കുറച്ചു നേരം പോയെന്ന് കിടക്കട്ടെ. 5:30 ചായ കിട്ടും, അത് കുടിക്കാൻ എനിക്ക്. അപ്പോഴത്തേക്കൊന്ന് വെയിലൊക്കെ ആറുമല്ലോ, അപ്പോൾ നമുക്ക് പുറത്ത് പോയിരിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തിന് ശേഷം ചായ കുടിക്കാൻ പോവാണ്. വെറുതെ ഇരുന്നുള്ളൂ, ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. അന്ന് ഉറങ്ങാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട്. എങ്ങനെയുണ്ട്? ഇത് കണ്ട് ഇത്രയും സ്റ്റെയർസ് ഇറങ്ങണം നമ്മൾ, അതുകൊണ്ടൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പതുക്കെ ഇറങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന്. അവർ വേണമെങ്കിൽ റൂമിലേക്ക് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. മര്യാദയ്ക്ക് പോയിട്ട്, അപ്പോൾ താഴെയൊക്കെ വെയിൽ കുറവാണല്ലോ, ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്, ഞാൻ നോക്കി കണ്ടു ഇറങ്ങട്ടെ കേട്ടോ. ഇനി ചായ കുടിക്കാൻ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇൻഫിനിറ്റി പൂള് വന്നിട്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആൻഡ് ഇവിടെ രാത്രിയുമൊക്കെ ഓപ്പണാണ് പൂള്, അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഇവിടെ നോക്കിയാലും ഈ താഴ്വരം തന്നെയാണ് നമ്മുടെ വ്യൂ. അപ്പോൾ നമ്മളിത് ചായ കുടിക്കാൻ വന്നു. പുറത്തൊക്കെ വെയിലായതുകൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, അല്ലെങ്കിൽ ചായ എടുത്തിട്ട് അങ്ങോട്ട് പോകും. എവിടെ നോക്കിയാലും പിന്നെ ഈ മല തന്നെയാണ് കേട്ടോ, ഫുൾ വ്യൂ തന്നെയാണ് എവിടെ നിന്ന് നോക്കിയാലും. ഇവിടെ അതന്നെ രസമുണ്ട്. സൺസെറ്റ് ആവുന്നതിന് മുമ്പ് ചായ കുടിച്ച് തിരിച്ച് കയറണം എന്നാണ് ആഗ്രഹം, മുകളിൽ നിന്ന് സൺസെറ്റ് കാണാമെന്ന്. എന്താ കാണിക്കണേ? ഒരാളവിടെ വർക്കൗട്ട് ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു ചായ കുടിക്കാൻ.
വെയിലാണ് സത്യം പറഞ്ഞ കണ്ണ് കണ്ടില്ല. പഴംപൊരിയാണോ? ചായയും പഴംപൊരിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കാം. അവിടെ ഇരിക്കാം. ഇതെന്താ കസേര നീങ്ങിയപ്പോ? ഇങ്ങോട്ട് വാ. കൊള്ളാം. മധുരം എക്സ്ട്രാ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. നല്ല മധുരമുണ്ട്. ഇപ്പോൾ ചായ എടുക്കട്ടെ. സൺസെറ്റ് ആയപ്പോൾ ആക്ച്വലി ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, അവിടുത്തെ മൊത്തം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ വേഗം എന്നിട്ട് മുകളിലേക്ക് പോയി ഗൈസ്. അപ്പോൾ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അവിടെ വന്നിട്ട് സൺസെറ്റ് കാണുവാണേ. ഭയങ്കര രസമുണ്ട്, അടിപൊളിയാണ്. കണ്ട, ഞാൻ മര്യാദ കാണിച്ചു തരാം. എന്ത് രസമാണ് കാണാൻ. ഇവിടുന്ന് നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. എങ്ങനെ ഇരിക്കുന്ന അറിയില്ല. നല്ലതെന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഇടാം. അതിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരത്തവിടെ. കഴിഞ്ഞു ഗൈസ്, സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫോട്ടോസും എടുത്തു. നല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും, അറിയില്ല. യെസ്, ക്യുക്കായിട്ടെടുത്ത ഫോട്ടോ ആയിരുന്നു. പെട്ടെന്ന് സൺസെറ്റ് പോയി. താഴെ നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നാൽ മതിയായിരുന്നു. ഹേയ്, അപ്പോൾ ഇതേ രാത്രിയായി. ഞാനപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. എനിക്ക് ആക്ച്വലി നല്ല ക്ഷീണം വരുന്നുണ്ട്, നല്ല ഉറക്കവും എല്ലാം വരുന്നുണ്ട്. കുറേ നാൾ കൂടി ആണല്ലോ ഇത്രയും പരിപാടികളൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ ആയിരിക്കും. എന്തായാലും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി റെഡി ആവാൻ പോവാണ് കേട്ടോ. സമയം 8 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. ഡിന്നർ വഴിയെ പറയാം. നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുന്നു ഗൈസ്. ഒന്നും ചെയ്തിട്ടില്ല, കണ്ണെഴുതിയിട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വാലൊന്നും ഇട്ടുള്ളൂ, പിന്നെ സെറ്റ് ലിപ്സ്റ്റിക് ഇട്ടു, പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. രസമുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഡിന്നർ ഇപ്പം റെഡിയാവും, എന്നിട്ട് പോവാം. അപ്പോൾ നമ്മളിത് ഡിന്നർ കഴിക്കാൻ പോവാണ്. സെറ്റാണ്. ജീവിതത്തിൽ ഇത്രയും നാളും കല്യാണം കഴിഞ്ഞ് 5th ആനിവേഴ്സറി ആണ്. ആദ്യമായിട്ട് ഞങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാൻ പോകണേ. കൊച്ചൊക്കെ ഉണ്ടാവാറായപ്പോൾ ഒരു തോന്നൽ, വെറുതെ ഇനിയിപ്പോൾ 2 പേരും മാത്രമായിട്ട് പോവില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആവാന്ന്. എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ല. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കണ്ടേ, കാണിച്ചു തരാം. ഇതാണ് ഗൈസ് വിത്ത് ദ വ്യൂ. അങ്ങനെ നമ്മളിത് കേക്കൊക്കെ മുറിച്ചു. ഇത് നമ്മൾ തന്നെ അവരോട് പറഞ്ഞ് അറേഞ്ച് ചെയ്യിച്ചതാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുവാണെങ്കിൽ അവർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും കേക്കും ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ തരും. അപ്പോൾ എന്തായാലും ഞങ്ങളിത് കേക്കൊക്കെ കട്ട് ചെയ്തു. എൻ്റെ അടുത്ത് ഈ ഒരു ക്ലിപ്പേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളവിടെ ഇരുന്നു കുറച്ച് നേരം. എന്നിട്ട് പതുക്കെ കേക്കും ഇതൊക്കെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ചു ഗൈസ്. അത് ഞാൻ വീഡിയോ എടുത്തത് ഇടുന്നതായിരിക്കും. ഇനി ഫുഡ് വരണം. സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട്. ചേട്ടൻ പെട്ടെന്ന് ഫുഡ് കൊണ്ടുവരുമോ? ഇനി ഫുഡിന് വെയിറ്റിംഗ് ആണ്. ഞങ്ങളിവിടെ ഇരിക്കുന്നു ഇങ്ങനെ. കേക്ക് ഒരു പീസ് കഴിച്ചു. ഇനി കേക്ക് വേണ്ട, ഇനി എനിക്ക് ഫുഡ് മതി. ഇത് വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ ഗൈസ്, ആരും പേടിക്കണ്ട, വൈനൊന്നുമല്ല. ഇത് കണ്ടോ, കാണാൻ പറ്റില്ല അങ്ങനെ, അധികം ലൈറ്റ്സ് ഇല്ല അങ്ങനെ, ഓക്കെയാണ്. അപ്പം നമ്മുടെ ഡിന്നർ എത്തി ഗൈസ്. നമുക്ക് കഴിച്ചിട്ട് കടന്നുറങ്ങാം അല്ലേ? കണ്ട വിളിച്ച് പോയി. ഇനി ഒരെണ്ണത്തിൻ്റെ അടി വെക്കാം. സ്ഥലമല്ല, ടേബിൾ കുന്നതായിട്ടുള്ള പ്രശ്നം. പക്ഷേ നമ്മൾ കഴിക്കും. അപ്പോൾ കണ്ണാ
ഹാപ്പി 5th വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ നമ്മൾ പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വരാം. പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മനസ്സമാധാനത്തോടെ ഫുഡ് കഴിക്കട്ടെ. യെസ്, എന്നിട്ട് ഉറങ്ങാം. എനിക്ക് വിശക്കുന്നുമുണ്ട്. കുഞ്ഞാവിക്കും വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ചേട്ടാ, ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഡെസേർട്ടും ഉണ്ടായിരുന്നു കേട്ടോ, ഐസ്ക്രീമൊക്കെ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എന്തായാലും നല്ല ക്ഷീണമുണ്ട്. ഇതെൻ്റെ കഥയുടെ അതെനിക്കറിയാം, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉറങ്ങാം. ചിലപ്പോൾ നിങ്ങൾ IPLൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും പുറകിൽ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഇപ്പോൾ സമയം ഒരു 7 കഴിഞ്ഞു. ഞാനൊരു 6:45 ആയപ്പോൾ എണീറ്റ് കേട്ടോ. അങ്ങനെ എണീറ്റു. സത്യം പറഞ്ഞ ഉറക്കം ശരിക്കും പോയിട്ടൊന്നുമില്ല. പിന്നെ എണീറ്റപ്പോൾ പുറത്തെ വ്യൂ ഒക്കെ കാണാമല്ലോ, കുറച്ച് കഴിഞ്ഞാൽ വെയിലാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് എണീറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു, മേഘങ്ങളൊക്കെ മൂവ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. ഇനി എന്താ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വെറുതെ ഇരിക്കുക, ഇതൊക്കെ തന്നെ. ഉറക്കത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. കുറേ നാൾ കൂടി മാറി കടന്നുകൊണ്ടാന്ന് തോന്നുന്നു. ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഇന്നലത്തെ ക്ഷീണമൊക്കെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും നിങ്ങളെ വ്യൂ ഒന്ന് കാണിച്ചു തരാവേ. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഡ്രസ്സൊക്കെ മാറണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് മാറിയാൽ മതിയെന്നൊക്കെ. ബട്ട് നമുക്ക് ആദ്യം ഈ വ്യൂ ഒന്ന് കാണാം. ഇതാണ് ഗൈസ്. ഇപ്പോൾ അത് ഇത്തിരി വെയിൽ വന്ന് തുടങ്ങി. ഇത്ര നേരം നല്ല മൂടലായിരുന്നു കേട്ടോ. വെയിലായ പിന്നെ നമുക്കിവിടെ കുറച്ച് പാടാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. വളരെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പക്ഷേ പൂരി കൊള്ളാമായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് വന്നു. വെയിലായി വരുന്നുണ്ട്. നമുക്ക് 12 മണിക്കാണ് ചെക്കൗട്ട്. കാരണം ഈ ക്ലൗഡ്, ഞങ്ങളെടുത്ത റൂമിൻ്റെ പേര് ക്ലൗഡ് ക്യൂബാണ്. ക്ലൗഡ് ക്യൂബും ക്ലൗഡ് ബെഡും ഒരേ ഇതിൽ തന്നെ 2 റൂമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെക്ക് ഇൻ ടൈം വരുന്നത് 4:30 ആണ്. കാരണം വെയിലായിരിക്കുമല്ലോ, അതുകൊണ്ട് ചെക്കൗട്ട് ഇച്ചിരി ലേറ്റായിട്ടാണ്. 12 മണിക്കാണ്. നമ്മൾ അത്ര നേരം ഇരിക്കില്ല. നമ്മളിനി കുറച്ച് നേരം ഇരുന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കുറച്ച് ഫോട്ടോസും കൂടി ഒക്കെ എടുത്ത് പോവും. അപ്പം ഞാൻ വെറുതെ വന്നൊരു അപ്ഡേറ്റ് പറയാൻ വന്നതാണ് ഗൈസ്. പിന്നെ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ. നല്ല വെയിലാണ്, പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. ഡ്രസ്സ് മാറിയിട്ട് ഇറങ്ങാം. അപ്പോൾ കുറച്ച് നേരം AC യുടെ ഉള്ളിലിരിക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ റെഡിയായി. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. സമയം 11 മണിയായി. കുറച്ച് സമയം നമ്മൾ വെറുതെ iPadൽ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസ് എടുക്കണം, അതന്നെ ഉള്ളൂ. ഞാനപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടി നിങ്ങളെ വ്യൂ കാണിച്ചു തന്നിട്ട് ബൈ പറയാം. പിന്നെ താഴെ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെയും കൂടിയും ക്ലിപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോവാം. എന്താ ലൈറ്റ് നോക്ക് മുകളിൽ നിന്ന് വരുന്നത്. ഇങ്ങനെ അവിടെ നിന്ന് ലൈറ്റ് വന്നിട്ട്, റൂമിൽ ലൈറ്റൊന്നും വേണ്ട. ഇനിയിപ്പോൾ വെയിലാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെയിലാണ്, മുഖത്തേക്ക് വെയിലടിച്ചിട്ട് നോക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി വീഡിയോ ആണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസത്തെ ഒരു സ്റ്റേക്കേഷൻ, ഒത്തിരി നാളുമായി, ആനിവേഴ്സറിയും 5th ഇയറൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് പോകുന്നതാണ്. നമ്മളിത് ചെക്കൗട്ട് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് ഇത്രയും ഹൈറ്റുണ്ട്. കുറച്ച് സ്റ്റേഴ്സ് കയറണം. ആ കാണുന്നതിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, വലിയ സ്റ്റേഴ്സൊന്നുമില്ല. അപ്പോൾ എന്നെപ്പോലെ പ്രഗ്നൻ്റ് ആയവരും വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളോട് അങ്ങനെ വലിയ ഹെൽത്ത് കണ്ടീഷൻസോ റെസ്റ്റോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കയറാം. പിന്നെ ഇതേ ഇങ്ങനെ ഇവിടെയൊക്കെ ഈവനിങ് ഇന്നലെ വന്നിരുന്ന ആ സ്ഥലം, ഇതാണ് താഴെ നിന്നുള്ള വ്യൂ, അതെല്ലാം ഉണ്ട്. പിന്നെ അങ്ങോട്ടൊരു ഇൻഫിനിറ്റി പോളുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളിവിടെ വെച്ച് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഞങ്ങളിവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ലക്കിലി വലിയ വെയിലില്ലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമില്ല. ഈ ഭാഗത്ത് ഞാനങ്ങനെ വന്നിട്ടില്ല, പെരിന്തൽമണ്ണ. അപ്പോൾ ഉള്ളതിൽ വ്യൂ അടിപൊളിയാണ്.
ഫുഡാണ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവാമെന്ന് തോന്നിയത്. ബാക്കിയെല്ലാം നല്ലതാണ്, റൂമും കൊള്ളാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടി കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തത്. ഇത് പെരിന്തൽമണ്ണ അമ്മിണിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.